ബൈബിളിലേക്ക് അല്ലെങ്കിൽ തിരുവചനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയും അതിനായി സമർപ്പിച്ച് അടുത്തു വരുന്നവരെയും യേശു കർത്താവ് കൃത്യമായി വിവേചിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യൂദായുടെ സ്വഭാവം അറിഞ്ഞിട്ടും യേശു കർത്താവ് അവസാനം വരെയും മാനസാന്തരത്തിന് പല അവസരങ്ങളെ ഒരുക്കി കൂടെ നിർത്തിയത് സുവിശേഷങ്ങളിൽ നമുക്ക് തെളിവുകളുണ്ടല്ലോ. നമ്മളത് ചിലപ്പോൾ പല പ്രാവശ്യവും അതിനെക്കുറിച്ചൊക്കെ ചിന്തിപ്പാനിട വന്നിട്ടുണ്ടല്ലോ. അവസാനം എന്ത് സംഭവിക്കുമെന്നതും കർത്താവിന് അറിയാമായിരുന്നു. അങ്ങനെ അറിയാമെങ്കിലും അവനെ സ്നേഹിച്ച് കൂട്ടത്തിൽ നിർത്തുകയും ചില പദവികളെ നൽകുകയും ചെയ്തു എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനായുള്ള ഒരു ചേർത്ത് നിർത്തലായിരുന്നില്ല. നമ്മൾ ഇന്നത്തെ കാലത്തെ ആത്മീയ ലോകത്തെ ഭൗതിക ലോകത്തെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിനായുള്ള ഒരു ചേർത്ത് നിർത്തലായിരുന്നില്ല യൂദായെ ആ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് കൂട്ടത്തിലുള്ള ഒരുവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നുള്ള പ്രവചനം നിവൃത്തിയാക്കാനുമല്ല യേശു കർത്താവ് യൂദായെ ഒപ്പം കൂട്ടിയത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ യൂദ അങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് അപ്രകാരം ഒരു പ്രവചനം ഉണ്ടായത്. ആ കാര്യങ്ങളൊന്നും കൂടുതൽ വിശദീകരിക്കാതെ നമുക്കറിയാമല്ലോ. പത്രോസിനെ പിന്തുടർന്ന് യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ യൂദായ്ക്കും അവസരം നൽകുവാൻ കർത്താവിനും മനസ്സായിരുന്നു എന്നുള്ളതും നമുക്കറിയാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ മറ്റു നോക്കുകയാണെങ്കിൽ ശിഷ്യനായ തോമസിന്റെ സംശയം തീർക്കാനാണ് കാൽവറി ക്രൂശിലെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ ഉയർപ്പിൽ വിശ്വസിക്കാതിരുന്ന ആ തോമസിന്റെ സംശയം തീർക്കാൻ എന്നവണ്ണം യേശു കർത്താവ് വീണ്ടും അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്നതും ആ കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാണല്ലോ. ആത്മാർത്ഥമായി തീരുമാനമെടുത്ത് കൃപയ്ക്കായി പ്രാർത്ഥിച്ചാൽ നാം ഓരോരുത്തരും നിത്യതയിൽ ചേർക്കപ്പെടുന്നത് വരെ ആ സാന്നിധ്യം നമ്മോട് കൂടെ തന്നെ ഉണ്ടാകും എന്നതിനെ ഉറപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഇതെല്ലാം. തിരുവചനത്തിൽ നമുക്ക് തരുന്ന ഉറപ്പുകളാണ്. എല്ലാ കാലത്തും കൂടെ ഇരുന്ന് നിത്യതയിൽ നാം ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നാം ആഗ്രഹിക്കുകയാണെങ്കിൽ അന്ന് വരെയും അതിന്റെ അവസാനം വരെയും നമ്മളോട് കൂടെ ഇരിക്കുമെന്നുള്ള ആ വാഗ്ദത്തങ്ങളുടെ ഉറപ്പിനെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്നാൽ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ കർത്താവിനെ അനുഗമിക്കുന്നതിലേക്ക് നോക്കുകയാണെങ്കിൽ പലരും വ്യത്യസ്ത ചിന്താഗതിയുള്ളവരാണ്. ചിലർ അപ്പം കിട്ടുന്നതുകൊണ്ട് മാത്രം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ട്. ചിലർ അത്ഭുതങ്ങൾ കാണാനായിട്ട് കർത്താവിനെ അനുഗമിക്കുന്നവരുണ്ട്. മറ്റു ചിലർ യേശുക്രിസ്തു യഹൂദന്മാർ കാത്തിരുന്ന മിശിഹ എന്ന നിലയിൽ രാജ്യത്വം പ്രാപിക്കുകയാണെങ്കിൽ കൂടെ നിന്നുകൊണ്ട് അതിനെ സഹായിക്കുകയും ഭാവിയിൽ ചില പദവികൾ കൈവരിക്കാൻ കഴിയുമെന്ന ചിന്തയിലുമായിരുന്നു യേശു കർത്താവിനെ അനുഗമിച്ചത്. യേശു കർത്താവ് ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത 12 പേരുടെയും ആദ്യ ചിന്തകൾ അത് തന്നെയായിരുന്നു. നമുക്കതൊക്കെ അതിനുള്ള തെളിവുകളൊക്കെ നമുക്ക് വിദേശത്ത് കാണിച്ചുള്ളതൊക്കെ നമുക്ക് ഇത് രാത്രി നമുക്ക് നോക്കാം. യേശുകർത്താവിന്റെ മരണ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷനായ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തെക്കുറിച്ചും ഒക്കെ അതുപോലെ പിതാവിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചിരുന്ന ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ്: ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവെ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അതായത് അപ്പോഴും അവരുടെ ചിന്ത കർത്താവ് ആ ഇസ്രായേലിലെ ഐഹിക രാജ്യം ഭരിക്കാൻ പോകുക എന്നുള്ള ആ ചിന്തയിലായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് പ്രസംഗിച്ചിട്ടും അതുപോലെ താൻ പോയിട്ട് പിന്നെയും മടങ്ങി വന്ന് കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിട്ടും അവരുടെ ചിന്ത ഈ ഭൂമിയിലെ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചായിരുന്നു. യേശു കർത്താവ് എന്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നോ, കൂടാതെ ക്രിസ്തുവേശുവിൽ കൂടിയുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് കൃത്യമായ വെളിപ്പാടും എന്നും ഉണ്ടായിരിക്കെ, അല്ലെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കെ, ഇപ്പോഴും ക്രൈസ്തവരുടെ ഇടയിൽ വ്യാപകമായുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ തന്നെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിന്റെ ശരീരമായ സഭ ഇന്ന് അതിന്റെ ആത്മീയത അല്ലെങ്കിൽ ആത്മീയ ഭാവങ്ങളെ ഒക്കെ വിട്ട് ലോകത്തിലെ ഒരു സംഘടനയായും മതമായും ഒക്കെ മാറുന്നത് ഇത്തരം ആഗ്രഹങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനാലാണ്. കർത്താവിന്റെ മരണത്തിന് മുമ്പും ഇതേ കാര്യം ശിഷ്യന്മാർ ചോദിച്ചിരുന്നത് നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ സകലവും വിട്ടു എന്നതിനെ പത്രോസ് അല്പം ഊന്നൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന വിധത്തിൽ അല്പം ടോൺ മാറ്റി തന്നെയാണ് അവിടെ പറയുന്നത്. അതിന് മറുപടിയായി ചില കാര്യങ്ങൾ കർത്താവ് അറിയിക്കുന്നത് അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ആ വാക്യങ്ങളോട് നമുക്ക് ചേർന്ന് വായിക്കാം. 29-30 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്: അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും
സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കർത്താവ് ആ ഒരു വലിയ മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്. അവരുടെ ആശങ്കകളൊക്കെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള മറുപടി പറയുന്നുണ്ട്. ഇപ്രകാരം ഒരു മറുപടി അവിടെ നൽകുന്നെങ്കിലും അവരുടെ ഉള്ളിലെ ആ ലക്ഷ്യങ്ങളിൽ യേശു കർത്താവിന് പ്രസാദം ഉണ്ടായിരുന്നില്ല എന്ന് അതിന്റെ അടുത്ത വാക്യം, തൊട്ടടുത്ത വാക്യം വ്യക്തമാക്കുന്നുണ്ട്. ആ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എങ്കിൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുമെന്ന് ഉത്തരം പറഞ്ഞു. അതിൽ ഒത്തിരി ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവിടെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും വിശദീകരിച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യവും ഇന്ന് രാത്രി അതിനെ വിശദീകരിക്കാനല്ല, നമുക്ക് മുന്നോട്ട് പോകട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെയും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ദൈവപ്രസാദമുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ കേവലം ഒരു വർജനം മാത്രമല്ല നടത്തുന്നത്. പല കാര്യങ്ങളും നമ്മൾ വർജനം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വേർപാട് അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ഭൂമിയിൽ മനുഷ്യർ നല്ലതെന്ന് കാണുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ സ്വർഗീയമായ ഇതിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുന്നു എന്നതിനെയാണ് അത് വ്യക്തമാക്കുന്നത്. ആ നിലയിലേക്കുള്ള ആ ഒരു വർജനം, അതിനുവേണ്ടിയാണ് ചില വർജനങ്ങൾ അവിടെ ചെയ്യുന്നത്. അതായത് അധികം നല്ലതായത് ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ മോശമായതിനെയും നശിക്കുന്നതിനെയും വേണ്ട എന്ന് ചിന്തിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു മനോഭാവത്തിലേക്കാണ് അവിടെ യഥാർത്ഥമായി വരേണ്ടത്. അതായത് നശ്വരമായതിൽ നിന്നും നിലനിൽക്കുന്നതിലേക്ക് കണ്ണുകളും ഹൃദയങ്ങളും ഉയർത്തുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാലത്ത് പെന്തക്കോസ്ത് വിഭാഗത്തിൽ ഇതിന്, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഭാഗക്കാർ ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടോ? അന്നൊക്കെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്തുകാർ വ്യത്യസ്തപ്പെട്ടിരുന്നത് ഇതിനാലാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്, ഈ ദർശനം കൊണ്ട്, ഈ കാഴ്ചപ്പാടിന് വേണ്ടി, അതിനുവേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടായിരുന്നു ആ വ്യത്യാസം അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് സഭകളിൽ നിന്ന് ധാരാളം മിഷണറിമാർ എഴുന്നേൽക്കുമായിരുന്നു. ദൈവവേലയ്ക്കായിട്ടും ആ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് വരുമായിരുന്നു. കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നൂറ്റാണ്ടുകളായി തുടർന്നു പോന്നിരുന്ന യേശുവിന്റെ അമ്മയായ മറിയയോടുള്ള പ്രാർത്ഥന, ആരാധന തുടങ്ങിയ വചനവിരുദ്ധമായ ചില ആചാരങ്ങളെ അവരുടെ ഏറ്റവും വലിയ അധ്യക്ഷൻ തള്ളി പറഞ്ഞതും അതിനെതിരായി കൽപ്പന പുറപ്പെടുവിച്ചതൊക്കെ വാർത്തയായിരുന്നു. നമ്മൾ ആ വാർത്തകൾക്ക് സോഷ്യൽ മീഡിയ കൂടി ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതിലേക്കൊന്നും ഇന്ന് രാത്രി കടന്നു വരാനില്ല. അങ്ങനെ തിരുവചനത്തിലേക്ക് വല്ലപ്പോഴുമുള്ള ചില മടങ്ങിപ്പോക്കിനല്ല ദൈവം നമ്മെ ഓരോരുത്തരും തിരഞ്ഞെടുക്കുക. നാം അറിയുക, ചിലപ്പോൾ പെട്ടെന്നൊരു ബോധ്യം ഉണ്ടായി ചില കാര്യങ്ങൾ ഒരു ക്രമീകരണം വരുത്തുക എന്നുള്ള നിലയിലേക്കല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവം നമുക്ക് അവകാശമായി തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഉയർന്ന വാഗ്ദത്ത ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ് നാം നടത്തേണ്ടത്. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുവരെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകളിലേക്ക് കയറാതെ ഇവിടെ ഉള്ളതിനായി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത കർത്താവിന്റെ ശിഷ്യന്മാർ തുടർന്നുള്ള നാളുകളിൽ ആളുമാറിയവരെ പോലെ കർത്താവിനായി ജീവിച്ചത് ആ വാഗ്ദത്തങ്ങളുടെ കാഴ്ചകൾ അധികം തെളിവായി കണ്ടതുകൊണ്ടാണ്. ആ 1-ാം അധ്യായത്തിന് ശേഷം അവരുടെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ പ്രവൃത്തികൾ വ്യത്യസ്തമായിരുന്നു, അവരുടെ ദർശനങ്ങൾ വ്യത്യസ്തമായിരുന്നു, അവരുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാനുണ്ട്. അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ലോകപ്രകാരമുള്ള നിരവധി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നെങ്കിലും അവർ അതിൽ അതിയായി സന്തോഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതിന് കാരണം ക്രിസ്തുയേശുവിൽ കൂടിയുള്ള രക്ഷ പ്രാപിക്കാൻ കഴിയാത്തവർക്ക് വരാൻ പോകുന്ന അന്ത്യന്യായവിധിയിൽ നിന്നുള്ള വിടുതൽ പറഞ്ഞ് വിശദീകരിക്കാൻ കഴിയാത്തത്ര മഹത്തരമായ ഒരു കാര്യമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. അതാണ് അതിന്റെ പിന്നിലെ ആ വലിയ കാരണം. പ്രിയമുള്ളവരെ, അവർ കർത്താവായ യേശു ക്രിസ്തു മാത്രം ഏക രക്ഷകൻ, ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ നിലകൊള്ളുന്ന ഏക മധ്യസ്ഥൻ തുടങ്ങിയ കാര്യങ്ങൾ ഉറയ്ക്കുകയും മറ്റുള്ളവരെ അത് പഠിപ്പിച്ചുകൊണ്ട് ആ രക്ഷകനിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തിയുടെ തുടർന്നുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും യേശു കർത്താവ് അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് കാണുന്നത്. അതിനെ ബലപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ ബൈബിളിൽ കാണാം. പ്രത്യേകിച്ച് ശിഷ്യന്മാരെ ആ നിലയിൽ തന്നെയാണ് കർത്താവ് പരിശീലിപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ കർത്താവരെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനുള്ള നിയോഗം നൽകി അയച്ചതായി സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെന്ന് സകലരോടും മനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനം നൽകി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം ദൈവകൽപ്പനകളിൽ ഇനി അനുസരിക്കാൻ ബാക്കിയുള്ളത് എന്തെന്ന് ചോദിച്ചുകൊണ്ട് തന്റെ അടുക്കൽ വന്ന ഒരു യുവാവിനോട് സംഭാഷണങ്ങൾക്കൊടുവിൽ നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് തന്നെ അനുഗമിക്കാൻ യേശു കർത്താവ് ആവശ്യപ്പെട്ട ഒരു ചരിത്രം നമുക്കറിയാമല്ലോ. എന്നാൽ അതിന് കഴിയാതെ സങ്കടത്തോടെ അവിടെ വിട്ടും പോകുന്ന ആ യുവാവിനെ നോക്കിക്കൊണ്ട് കർത്താവ് ചില കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചില 1-2 സന്ദർഭങ്ങളിൽ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. അത് നമുക്ക് ആ ഭാഗങ്ങൾ അറിയാമല്ലോ. അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ തന്നെ അനുഗമിക്കുവാൻ
താല്പര്യം കാണിച്ച ചില വ്യക്തികളോടുള്ള കർത്താവിന്റെ വ്യത്യസ്തമായ സമീപനം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ഉണ്ടാകുന്ന ഗൗരവത്തെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 57 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തരോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. അവർ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നമ്മൾ പലപ്പോഴും ശിഷ്യത്വത്തെ കുറിച്ചുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ പഠിക്കുകയും അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. എന്നാൽ ഇത് എല്ലാ ക്രിസ്ത്യാനികൾക്കും, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് ബാധകമായ ഒരു സത്യമാണ്. ഒരു ക്രിസ്തു ശിഷ്യനായി തീരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരും അതിനായിട്ടുള്ള ആഹ്വാനം കിട്ടിയവരും കർത്താവിന്റെ മുമ്പിൽ വെക്കുന്ന ഒഴിവ് കഴിവുകളും അതിന് ഉള്ള കർത്താവിന്റെ മറുപടിയുമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ തിരുവചന ഭാഗം ചിന്തിക്കുന്നതിലൂടെ യേശു കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മുന്നിലുള്ളത്. നാം ആ നിലയിൽ തന്നെ അതിനെ കാണുക. ആദ്യത്തേത്, യേശു കർത്താവ് എവിടെ പോയാലും അവനെ അനുഗമിക്കാം എന്ന് പറഞ്ഞ വ്യക്തിയോട് യേശു മറുപടിയായി പറഞ്ഞത്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ സ്ഥലമില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ മറുപടി ഉപയോഗിച്ചുകൊണ്ട് ചില നാടക ഗാനങ്ങളൊക്കെ എഴുതി അങ്ങനെയൊക്കെ അർത്ഥമില്ലാതെ ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇവിടെ ഈ വേദഭാഗത്തിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ നിസാരമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ കരുതുന്ന കുറുനരികളെ കുറിച്ചും ആകാശത്തിലെ പറവുകളെ കുറിച്ചും യേശു ക്രിസ്തു ഇവിടെ വിവരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഈ ജീവികളെ നേരെ മുമ്പിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ കൗതുകമൊക്കെ തോന്നാറുണ്ടെങ്കിലും അതെവിടെയാണ് താമസിക്കുന്നതും അതെങ്ങനെയാണ് കഴിയുന്നതെന്നും ഓർത്ത് നമ്മൾ ആരും വിചാരപ്പെടാറില്ല. നമ്മൾ അതിനെക്കുറിച്ച് ബോധമല്ല, നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ഒന്നും ചിന്തിക്കാറില്ല. എങ്കിലും അതിനെല്ലാം സ്ഥിരമായതോ അല്ലെങ്കിൽ താൽക്കാലികമായോ ഉള്ള ഒരു വാസസ്ഥലവും മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അത് രാത്രിയിൽ പോയി എവിടെയോ അത് ഒളിച്ചിരിക്കുകയും അത് സുഖമായി വസിക്കുകയും ഉറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് എവിടെയാണ് താമസിക്കുന്നത് അറിയില്ലെങ്കിൽ പോലും നമുക്കറിയാൻ കഴിയുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും തനിക്കില്ല എന്ന് യേശു കർത്താവ് ഇവിടെ പറയുന്നത് അപ്പോഴത്തെ സാഹചര്യത്തെ മാത്രം നോക്കിയായിരുന്നില്ല, അപ്പോഴും ഉണ്ടായിരുന്ന തന്റെ ആ ദരിദ്രാവസ്ഥയെ മാത്രം നോക്കിയായിരുന്നില്ല. പിന്നീട് കാൽവരിയിൽ നാട്ടപ്പെട്ട് ആ പച്ചമര കുരിശിൽ ആ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് തല ചായ്ക്കാൻ മറ്റൊരിടം കിട്ടാതെ സ്വന്തം തോളിലേക്ക് തന്നെ തല ചായ്ച്ചുകൊണ്ട് ആയിരിക്കുന്ന ആ രംഗത്തെയാണ് കർത്താവ് ഇവിടെ തന്നെ അനുഗമിക്കാൻ വന്ന ആ പ്രിയപ്പെട്ടവനോട് പറഞ്ഞത്. കർത്താവിനെ അനുഗമിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച ഈ മനുഷ്യന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് ഈ വേദഭാഗത്ത് വിവരിക്കുന്നില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ വേദഭാഗത്ത് കാണുന്ന 3 വ്യക്തികളോടുമുള്ള മറുപടികളിൽ തന്നെ പിന്തുടരുന്നവരിൽ പിന്മാറാൻ സാധ്യതയുള്ളവർക്കുള്ള മുന്നറിയിപ്പോട് കൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത് എന്നതിനാൽ ആ ആദ്യ വ്യക്തി ശിഷ്യത്വം കൂടുതൽ പിന്തുടരുന്ന, അല്ലെങ്കിൽ കർത്താവിനെ കൂടുതൽ അനുഗമിപ്പാൻ താല്പര്യപ്പെട്ടില്ല എന്ന് നമുക്ക് അനുഗമിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അനുമാനിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും ദൈവരാജ്യത്തെ പ്രതിയുള്ള ദൈവരാജ്യത്തെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ചില പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള, കാരണം കർത്താവ് പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു, മാനസാന്തരത്തെ കുറിച്ചായിരുന്നു. ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അത് കേൾക്കുന്ന അനേകരുണ്ടായിരുന്നു. അങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ചില പ്രസംഗങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച പൂർണ്ണമല്ലാത്ത അറിവുകളെ പ്രതിയും അവർ കർത്താവിനെ അനുഗമിപ്പാൻ തയ്യാറായിരുന്നു. എന്നാൽ അവർ ഒരു കുരിശിന് തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കഷ്ടതയിലേക്ക് കടന്നു പോകാൻ അവരാരും തയ്യാറായിരുന്നില്ല. ലോകത്തെ നഷ്ടപ്പെടുത്തി കൊണ്ടുള്ള ഒരു ശിഷ്യത്വം ഈ പറഞ്ഞ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ ആദ്യ വ്യക്തിക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ സംഭവത്തിലൂടെ ക്രിസ്ത്യ ജീവിതത്തെ കുറിച്ച് കൃത്യമായൊരു സൂചന യേശു കർത്താവ് നൽകുന്നുണ്ട്. അത് ശിഷ്യന്മാരോട്, നമ്മളോട്, തിരുവചനം വായിക്കുന്ന സകലരോടും, ഇന്ന് രാത്രിയിലെ ഈ മെസ്സേജ് കേൾക്കുന്നവരോടൊക്കെ ആ സൂചന നൽകുന്നുണ്ട്. ഇവിടുത്തെ അഭിവൃദ്ധിയെ ചൊല്ലി, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിഫലത്തെ ചൊല്ലി യേശു കർത്താവിനെ അനുഗമിക്കുന്നവരിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ആശയം. അവിടെ ദൈവത്തിന് പ്രസാദമില്ല, അവരിൽ ദൈവത്തിന്
ദൈവത്തിന് അത്രയ്ക്ക് പ്രീതിയില്ല എന്നുള്ളത് നാം അറിയാം. ഇന്ന് അഭിവൃദ്ധിയുടെ സുവിശേഷവും പ്രവചനവും പ്രസംഗിക്കുന്നവരും അതുപോലെ തന്നെ അവരുടെ ആശയങ്ങളെ പിന്തുടരുന്നവരും യേശു കർത്താവിനെ അല്ല അനുഗമിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ഓർക്കുക, ഈ ലോകവും ഒപ്പം സ്വർഗവും എന്നുള്ള ഒരു വാഗ്ദത്തമല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം എപ്പോഴും ഓർക്കുക, നാം സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചൊരു കഥയെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഒരു കുട്ടി പറഞ്ഞ കഥയെക്കുറിച്ച് നമുക്കറിയാം. ധനവാന്റെ ലാസറിന്റെ കഥയിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ധനവാനായിരിക്കും, സ്വർഗത്തിലെത്തുമ്പോൾ ലാസർ ആയിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു മാതൃകയല്ല നമുക്ക് മുന്നിൽ കർത്താവ് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നാണ് യേശു കർത്താവ് അരുളിച്ചത്. അവിടേക്കാണ് കർത്താവ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിലേക്കല്ല എന്നുള്ളത് നാം അറിയുക, നാം ഓർക്കുക. യേശു കർത്താവ് പോകുന്ന ഇടത്തേക്കുള്ള വഴി നമുക്ക് വ്യക്തമാകുന്ന വിധത്തിൽ താൻ ജീവിച്ചും പ്രസംഗിച്ചും അറിയിച്ചത് അവനെ അനുഗമിക്കുന്നവർ അറിയുന്നുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവർ, തിരുവചനം വായിക്കുന്നവർ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ, ആത്മാവിന്റെ സംസാരം കേൾക്കുന്നവർ, അവർ ആ പാതകളെ അറിയുന്നുണ്ട്. കർത്താവിന്റെ ഹിതപ്രകാരമുള്ള ഒരു പാതയിലാണ് നാം സഞ്ചരിക്കുന്നതെന്ന അറിവും ബോധ്യവും നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കുവാനുള്ള ഒരു സമയം കൂടെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതോ ഇവിടെ യേശു കർത്താവ് പറഞ്ഞതുപോലെ തലചായ്പാൻ ഇടമില്ലാത്ത ക്രിസ്തുവിനെ ആർക്ക് അനുഗമിക്കാൻ കഴിയുമെന്ന ഒരു ചിന്തയാണോ നമ്മെ ഭരിക്കുന്നത്? അവിടെ ആ മനുഷ്യൻ തിരിഞ്ഞു പോയി എന്നുള്ളതാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലുള്ള ഒരു ചിന്തയാണോ നമ്മെ ഭരിക്കുന്നത്? യേശു കർത്താവ് ശിഷ്യന്മാരോടൊത്ത് അവസാനമായി പെസഹ ആചരിക്കുന്ന സമയത്ത് തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനോട് കൂടി എപ്പോഴും ഉണ്ടായിരുന്നു. അന്നേരം കർത്താവിനെ അനുഗമിച്ചവരും ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഈ പറയുന്ന വാക്കുകളെ കേട്ട് കർത്താവിനെ ഇട്ടുപോയവരും ഉണ്ടായിരുന്നു. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിലനിന്നവർ. കർത്താവിന്റെ ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. എനിക്ക് തലചായ്പാൻ, മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞെടുത്തപ്പോൾ കർത്താവിന്റെ പരീക്ഷകളിൽ കർത്താവിനോട് കൂടെ നിലനിന്നവർ എന്നുള്ളൊരു വലിയ പദവിയെ ശിഷ്യന്മാർക്ക് അവിടെ കൽപ്പിച്ചു കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് കർത്താവ് പറയാണ്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുകയും ചെയ്യുന്നുള്ള ആ ഒരു വലിയ ആത്മീയ സത്യത്തെ കർത്താവ് അവരുടെ മുന്നിൽ അവിടെ അറിയിക്കുന്നുണ്ട്. അതായത് കാൽവറിയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് അപ്രകാരം ഒരു വലിയ പദവിയെ കുറിച്ച് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് അറിവ് കൊടുക്കുന്നത് നമ്മളിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ആ വേദഭാഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അതിലെ രണ്ടാമത്തെ വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ, ആ രണ്ടാമത്തെ വ്യക്തി ആ യേശുവിനെ ആദ്യം തന്നെ അനുഗമിക്കാൻ അല്ലെങ്കിൽ സന്നദ്ധനായില്ല എന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ യേശു അവനെ വിളിച്ചു. അവനോട് ആ 59-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ അനുഗമിപ്പാൻ കർത്താവ് ആവശ്യപ്പെടുന്നത് കാണുന്നുണ്ട്. പക്ഷെ അവൻ അതിന് ചില സാവകാശം അവിടെ ചോദിക്കുന്നുണ്ട്. കർത്താവെ, ആദ്യം ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കട്ടെ, അല്ലെങ്കിൽ കുഴിച്ചിട്ടെ എന്നതായിരുന്നു അത്. അതിന് യേശുക്രിസ്തു നൽകിയ മറുപടി, തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്നതായിരുന്നു. 60-ാം വാക്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ പരുഷമായ ഒരു അല്ലെങ്കിൽ ആഹ്വാനമാണ്, അല്ലെങ്കിൽ മറുപടിയാണെന്ന് നമുക്കൊക്കെ തോന്നും. കാരണം മരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആ പിതാവിനെ ഒന്ന് കുഴിച്ചിടാൻ അവസരം കൊടുക്കാതെ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തന്നെ അനുഗമിപ്പാൻ നിർബന്ധിക്കുന്ന ഒരു കർത്താവിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ചിന്ത വരാം. ഓർക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓരോ ആഹ്വാനവും പൂർണ്ണവും കർശനവുമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്ക് ആദ്യം തോന്നിയതുപോലെ ആ മനുഷ്യന്റെ പിതാവ് ഇതിനകം മരിച്ചുപോയെന്നും ആ ശവസത്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ പോലും യേശു വിളിക്കി എന്നതല്ല ഇവിടുത്തെ സാഹചര്യം. ആ അർത്ഥത്തിലല്ല അവിടെ അത് ഉപയോഗിക്കുന്നത്. ആ കാലത്തെ യഹൂദ സംസ്കാരം അനുസരിച്ച് ആ മനുഷ്യന്റെ പിതാവ് ഇതിനകം മരിച്ചതെങ്കിൽ ആ മനുഷ്യൻ ദുഃഖിതനായി തന്റെ വീട്ടിൽ തന്നെ കാണുമായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് താൻ അവിടെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അവന്റെ പിതാവ് വൃദ്ധനായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഊഹിക്കാം. പിതാവിന്റെ മരണശേഷം അവൻ യേശു കർത്താവിനെ അനുഗമിക്കാം എന്നായിരിക്കാം അവൻ പറഞ്ഞത്. ആ ഉദ്ദേശത്തിലായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ അങ്ങനെയുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ആർക്കും യേശു കർത്താവിന്റെ ശിഷ്യനാകുവാൻ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ആ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവ് അത് തന്നെയാണ് അവിടെ ആ മനുഷ്യനോട് അറിയിക്കുന്നത്. ആ മനുഷ്യൻ അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ തയ്യാറാകണം. അതായത് അവന് ലഭിച്ച സ്വർഗീയ വിളിയോടുള്ള അനുസരണം വൈകിപ്പിക്കരുതെന്നുള്ള അത് തന്നെയാണ് കർത്താവ് അവനോട് ആവശ്യപ്പെടുന്നത്. അത് ഒട്ടും നീട്ടിവെക്കുവാൻ, അതായത്
ക്രിസ്തു ശിഷ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശത്രുവാണ് നീട്ടിവെക്കുക എന്നുള്ളത്. അത് നമ്മുടെ നല്ല സമയങ്ങളെ അപഹരിക്കുന്നതാണ്. നീട്ടിവെക്കുന്നതിലൂടെ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവകൽപ്പനയിലേക്ക് അടുത്തു വരുന്നത്, അതിനെയൊക്കെ നീട്ടിവെക്കുന്നത് നമ്മുടെ നല്ല സമയങ്ങളെ അപഹരിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ മുൻഗണനകളെ സംശയ നിഴലിൽ നിർത്തുന്ന ഒന്ന് തന്നെയാണ് പിന്നെ ആകാം എന്നുള്ള ആ ചിന്ത. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളെ മാറ്റിവരുത്തി കർത്താവിന്റെ ഹിതത്തെ അനുസരിപ്പാനായിട്ട് അവന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗത്ത് കാണുന്നില്ലെങ്കിലും ഇവിടുത്തെ ഈ വ്യക്തി തന്റെ നിബന്ധനകളിൽ ഉറച്ച് യേശുവിനെ അനുഗമിപ്പാൻ തയ്യാറായില്ലെന്നും അതിനാൽ നിത്യമായി നശിച്ച് അല്ലെങ്കിൽ നിത്യമായി തള്ളപ്പെട്ടു എന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ അവിടെ അത് രേഖപ്പെടുത്തുമായിരുന്നു. അവൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ കർത്താവിന്റെ പിന്നിൽ അവൻ ക്ഷമ ചോദിച്ച് അവനെ അനുഗമിച്ചു എന്നുള്ള വാക്യം അവിടെ രേഖപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യനും കർത്താവിനെ തള്ളി അവൻ അവന്റെ വഴിക്ക് പോയി എന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി മൂന്നാമത്തെ വ്യക്തിയിലേക്ക് വരുമ്പോൾ യേശു കർത്താവിനെ അനുഗമിപ്പാൻ അവൻ സമ്മതിച്ചുവെങ്കിലും അവൻ ചില വ്യവസ്ഥകൾ അവിടെ വെക്കുന്നത് കാണാൻ കഴിയും. അതിന്റെ 61-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരയണം എന്ന് പറഞ്ഞു. ഈ വ്യക്തിയുടെ ആവശ്യം അപ്പനെ സംസ്കരിപ്പാൻ അനുവാദം ചോദിച്ച രണ്ടാമത്തെ വ്യക്തിയുടേതുപോലെ തന്നെ മുമ്പേ അല്ലെങ്കിൽ ആദ്യം മറ്റെന്തോ ചെയ്യാനുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ മുൻഗണന എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് അത് വരുന്നത്. അതിനുള്ള പ്രതികരണമായി യേശു കർത്താവ് പറയുന്നതിൽ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 62-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പുറകോട്ട് നോക്കുന്ന ഒരു മനോഭാവം അങ്ങനെ അത് കർത്താവ് അവനിൽ കാണുന്നുണ്ട്. അത് കർത്താവ് മനസ്സിലാക്കി. നിലം ഉഴുന്ന കാര്യത്തിലായാലും ദൈവവേല ചെയ്യുന്നതിനാലും ഇത് വളരെ നാശകരമായ ഒരു സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് പഠിക്കാവുന്ന മറ്റൊരു വേദഭാഗമാണ് ഏലിയാവ് എലീശയുടെ മേൽ പുതുപ്പ് ഇട്ട് വിളിക്കുന്നത്. ആ ഭാഗവും നമുക്കറിയാമല്ലോ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ ആ 2 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. 19 അധ്യായത്തിന്റെ 20-21 വാക്യം. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി, ഞാൻ എന്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിന് അവൻ, പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്നോർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവനെ വിട്ട് ഒരു കാളയെ പിടിച്ച് അറുത്ത് കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു. ഈ 2 അനുഗമന അനുസരണങ്ങൾ തമ്മിൽ വലിയ അല്ലെങ്കിൽ ചില സാമ്യങ്ങൾ അല്ലെങ്കിൽ പല സാമ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നെങ്കിലും അല്ലെങ്കിൽ കാണാനാവുമെങ്കിലും അത് തമ്മിൽ അതിന്റെ സമർപ്പണത്തിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എലീശ അനുവാദം ചോദിച്ചത് ഇനി ഒരിക്കലും പഴയതിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകാതിരിക്കാനായിരുന്നു. അല്ലെങ്കിൽ പഴയ ആ കാളെ ഉഴുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകാമായിരുന്നു. നമ്മൾ അതിനോടുള്ള ചേർന്നുള്ള മറ്റ് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എലീശ വയലിൽ 12 കാളകളെ, അതായത് 12 ജോഡി കാളകളെ പൂട്ടി നിലം ഒഴിവിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിനൊപ്പം 12ാമത്തേനോടുകൂടെ താൻ തന്നെ ആയിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ നിലയിലാണ് എലീശ അവിടെ നിന്നിരുന്നത്. പിന്നീട് ഏലിയാവിന്റെ അനുവാദത്തോടെ അപ്പനെയും അമ്മയും ചുംബിക്കാൻ പോയപ്പോൾ ആ ഒരു കാളയെ അല്ലെങ്കിൽ ആ ജോഡി കാളയെ പിടിച്ച് അറുത്ത് ആ കാളയുടെ മരക്കോപ്പ് കൊണ്ട് മാംസം പാകം ചെയ്ത് ജനത്തിന് കൊടുത്തു. അവർ തിന്നു. പിന്നെ അവൻ എഴുന്നേറ്റ് ഏലിയാവിന്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി തീർന്നു എന്നാണ് വേദഭാഗം നമ്മെ അറിയിക്കുന്നത്. ഇനി എലീശയെ കാത്ത് ആ ഒരു ജോഡി കാളകളും അതിന്റെ മരക്കോപ്പും അവിടെ ഇല്ല. അന്നേരം ആ അനുഗമനത്തിന് ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ പുതിയ നിമിത്തിൽ കാണുന്ന കർത്താവിനോട് പറഞ്ഞ് ഞാൻ പോയി ആ പിതാവിനെ ഒക്കെ ചുംബിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. കർത്താവേ കർത്താവേ എന്ന് വായ് കൊണ്ട് കേവലം വിളിക്കുന്നതിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് യേശു കർത്താവ് തന്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾക്കൊക്കെ വളരെ പരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യസ്ത നിബന്ധനകളുമായി നമുക്ക് ഒരിക്കലും ദൈവത്തെ സേവിക്കാൻ കഴിയുകയില്ല. അത് തിരുവചനം വളരെ കൃത്യമായിട്ട് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ യാക്കോബ് ഏശാവിനെ ഭയന്ന് ഓടിപ്പോകുന്ന സമയത്ത് താൻ കണ്ട ദർശനത്തോടനുബന്ധിച്ച് ദൈവസന്നിധി നേർന്നത് നമുക്കറിയാമല്ലോ. താൻ അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങളിലും തന്നെ ദൈവം സഹായിച്ചാൽ ആ ദൈവത്തെ സേവിക്കാം എന്നതായിരുന്നു ആ നേർച്ച. എന്നാൽ ദൈവം വന്ന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഇടപെടാതെ യാക്കോബിന് വേണ്ടി കാത്തിരുന്നു. പിൽക്കാലത്ത് യാബോക്ക് നദീതീരത്ത് വെച്ച് അവനോട് കൃത്യമായി ഇടപെടുകയും അതോടുകൂടി യാക്കോബിന്റെ ദൈവത്തെ കൂടാതെയുള്ള എല്ലാ മുൻഗണനകളും മാറി. എന്നാൽ ഇന്ന് ദൈവം ഭൂമിയിലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടിയിരുന്ന് നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ വാഗ്ദത്തങ്ങൾ ഇവിടെ ഉള്ളതിലല്ല എന്നുള്ളത് നാം അറിയുക. ആ മുൻഗണനകൾ അല്ലെങ്കിൽ യാക്കോബിന്റെ കാര്യങ്ങളൊക്കെ ആ ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ നമുക്കുള്ള വാഗ്ദത്തങ്ങൾ ഇവിടെ ഉള്ളതിലല്ല എന്നുള്ളത് നാം അറിയുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ വാഗ്ദത്തം നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് അവന്റെ സന്നിധിയിലേക്ക് ധാരാളമായ പ്രവേശനമുണ്ട്.
അത് ഒത്തിരി വിശദീകരിക്കേണ്ടതായ ഒരു വാക്യമാണ്. ധാരാളം എന്ന് പറയാൻ അത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ, അത്ര ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ അത്ര അനുവാദത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമുണ്ടെന്നുള്ളത് നമുക്കറിയാം. ആഹ്വാനം ലഭിച്ചിട്ടും ഇറങ്ങി പുറപ്പെടാൻ ദൂതന്മാർ സഹായിച്ചിട്ടും വഴിയിൽ നശിച്ചു പോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു ഒപ്പ് പ്രതിമയായി മാറിയ ലോത്തിന്റെ ഭാര്യയെയും ഈ കൂട്ടത്തിൽ നാം ഓർക്കണം. അവിടെ ആഹ്വാനം ലഭിച്ചു, അവർ ഇറങ്ങി പുറപ്പെടുവാൻ ദൂതൻ അവരെ കൈപിടിച്ചു പുറത്താക്കി ഓടിച്ചു വിട്ടു. എങ്കിൽ പോലും നശിച്ചു പോകുന്നതിലേക്ക്, കത്തിപ്പോകുന്നതിലേക്ക്, ഇല്ലായ്മയിൽ പോകുന്നതിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ ഒരു ഒപ്പ് പ്രതിമയായി മാറിയ ആ അനുഭവം നാം മറന്നു പോകരുത്. കർത്താവ് അത് ഓർമ്മിപ്പിക്കുന്നത് ലൂക്കോസ് സുവിശേഷത്തിനും ഉണ്ടല്ലോ. ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു പോകാനല്ല, അങ്ങനെ വഴിയിൽ പട്ടുപോകാനല്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് കൃത്യമായ വാഗ്ദത്ത നിവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നാം നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കണം. പൂർണ്ണമായ അനുസരണത്തിൽ കർത്താവിനെ അല്ലെങ്കിൽ അനുഗമിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും ആശിക്കുന്നതിന്റെ ഉറപ്പും പ്രാർത്ഥനയും കർത്താവിന്റെ ഹിതം തന്നെ ആയിരിക്കട്ടെ. അതിലേക്ക് ആയിരിക്കട്ടെ നമ്മുടെ കാഴ്ചകളും നമ്മുടെ ദർശനങ്ങളും ഒക്കെ. ദൈവം ഈ വചനങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാ. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. എൻ മനം പുതുക്കി മാറിടുന്നു നിത്യം. നിന്യമാണെനിക്ക് ലോകലാവണ്യം. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാ വന്നിടുന്നേ ഞാനിന്നു മോദമാ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ആമേൻ.